ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. എടാ, ഓണം എക്സാം പോർഷൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സാറേ, ഓണം എക്സാം പോർഷൻസ് എത്ര ഉണ്ടാവും? ഫസ്റ്റ് പാർട്ട് മുഴുവൻ പഠിക്കണോ, എല്ലതും പഠിക്കണോ? അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഇംഗ്ലീഷിൻ്റെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, കാരണം അതൊരു യൂണിറ്റ് ബേസും അങ്ങനെയൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് പഠിക്കേണ്ടത്? എടാ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് തന്നെ ചെറിയ ഒരു യൂണിറ്റിലുള്ള ചില ചാപ്റ്റേഴ്സിൽ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്നാലും വർഷങ്ങളായിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് വെച്ചാൽ ഈ ഒരു ഭാഗം വരെ തന്നെയാണ് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത്, ഈ ഓണം എക്സാം. അപ്പോൾ നമുക്ക് ഓണം എക്സാമിന് കളറാക്കാൻ ഏതൊക്കെയാണ് ചാപ്റ്റർ പഠിക്കേണ്ടത്? എടാ, 2 യൂണിറ്റാണ് നമ്മൾ ഓണം എക്സാമിന് പഠിക്കേണ്ടത്. 2 യൂണിറ്റ് പഠിച്ചാൽ മതി. അപ്പോൾ 2 യൂണിറ്റ്. ഒന്നാമത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് മാർവൽസ് അല്ലേ, ഹാർമണി ഓഫ് മാർവൽസ് പഠിക്കണം. അതിലുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. എ റോബോട്ട് വിത്ത് എ വൈറസ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. എ റോബോട്ട് വിത്ത് വൈറസ്, അതുപോലെ തന്നെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, അതുപോലെ തന്നെ 3ാമത്തെ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. അത് 1ാമത്തെ യൂണിറ്റിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി 2ാമത്തെ യൂണിറ്റിൽ സാറേ മുഴുവനും പഠിക്കണോ? വേണ്ടടാ, നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ കൂടിയില്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് കുറച്ച് നല്ല റിലാക്സ് ചെയ്ത് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് തരുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്നുള്ളത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് 2ാമത്തെ യൂണിറ്റ് കാണിക്കണ മുമ്പേ തന്നെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ കമൻറ്റ് ബോക്സിൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ എടുക്കൂലേ, കമൻറ്റ് ചെയ്യില്ലേ, ഹായ് അടിപൊളി സാർ, ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മൾ കമൻറ്റ് ചെയ്യാറില്ലേ. ആ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് കാണാം. ആ ലിങ്ക് അല്ലേ, ബ്ലൂ കളറിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് എൻ്റെ മക്കളൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് തൊട്ട് നോക്കിക്കൂടെ. എടാ, സാറിൻ്റെ ഒരു അപേക്ഷയല്ലേ, സാറ് കുറേ ആയിട്ട് ഇത് പറയുന്നില്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ മക്കളെ എവിടേക്കാ പോവുക? നമ്മുടെ വാട്സപ്പ് ചാനൽ. അതിൽ ഞാനുണ്ടാവും, നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. എജുപോർട്ടിലെ എല്ലാ ടീച്ചേഴ്സും മക്കളോട് വർത്തമാനം പറഞ്ഞ് അവരുടെ ലൈഫും ഒക്കെ അതിൽ കാണിച്ചത്. അപ്പോൾ മക്കളെ ചെയ്യേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലടാ, ഇതേപോലത്തെ ഉള്ള അടിപൊളി വീഡിയോസ് ഒക്കെ നമുക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ വർഷം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ അറിയിച്ചു തരും. അതിൽ അറിയിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നിട്ട് പെട്ടെന്ന് കാണാൻ പറ്റും. മറ്റേ നമ്മൾ എന്നും യൂട്യൂബ് എടുത്ത് നോക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇതൊന്ന് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്താൽ അത്രയും നല്ലത്. കമ്മ്യൂണിറ്റിയിൽ എന്തായാലും കയറണം മക്കളെ, എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ലേ, എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്യണം. ഓക്കെ, പിന്നെ 2ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സാണുള്ളത്, 4ഉം 5ഉം ചാപ്റ്റേഴ്സാണുള്ളത്. എ ഡോൾസ് ജേണി ഫോറിൻ ലാൻഡ്സ്. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ള. യൂണിറ്റിൻ്റെ പേരാണ് ഇമാജിനേഷൻ എന്നുള്ളത്. അപ്പോൾ മക്കളെ, ഇത്രയുമാണ് നമ്മുടെ ഏകദേശ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കുള്ളൂ, മാറ്റങ്ങളൊന്നുമില്ല. ഇനി അഥവാ മാറ്റങ്ങളിലേക്ക് നമ്മൾ ഇതിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കും. അപ്പോൾ മറക്കണ്ട, കമ്മ്യൂണിറ്റി ചാനലിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കളെ. അപ്പോൾ ഓണം എക്സാം നമുക്ക് അടിപൊളിയാക്കാം. ഡെയിലി ലൈവിൽ നിങ്ങൾ കൃത്യം 7:00 വരും വേണം. നമ്മളെല്ലാ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്തിരുന്നുണ്ടാവും. അപ്പോൾ മക്കളെ, ഓണം എക്സാം അടിപൊളിയാക്കാം, കളർഫുൾ ആക്കാം. ബൈ.